ഗളിതം ഫലം ശുകമുഖാൻ അമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമസ്യേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 27. ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 11 മുതൽ 15 വരെ വായിക്കാം. മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്യതേ സതോ ബന്ധു അസച്ചക്ഷു സർവാനുസ്യൂതമദ്വയം. യഥാ ജലസ്ഥാഭാസ സ്ഥലസ്ഥേനാവദൃശ്യത്തെ സുഭാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവി സ്ഥിതഃ. ഏവം ത്രിവൃതം അഹങ്കാരോ ഭൂതേന്ദ്രിയ മനോമയേ സുഭാസേ ലക്ഷിതോനേന തഥാ ഭാസേന സത്യദൃക്. ഭൂത സൂക്ഷ്മേന്ദ്രിയമനോ ബുദ്ധി ആദിഷു ഇഹ നിദ്രയാ ലീനേഷതി യസ്തത്ര വിനിദ്രോ നിരഹം ക്രിയഃ. മന്യമാനസ്തദാത്മാനം അനഷ്ടോ നഷ്ടവന്മൃഷാ നഷ്ടേഹം കരണേ ദൃഷ്ടാ നഷ്ടവിത്ത ഇവാതുരഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 27. ഭൗതിക പ്രകൃതിയെ മനസ്സിലാക്കൽ. ശ്ലോകം 11. മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്യതേ സദോ ബന്ധുമശ്ചക്ഷോർ സർവാനുസ്യുതമദ്വയം. വിവർത്തനം. സർവാതിശായിയും നിത്യാഹങ്കാരത്തിൽ പോലും പ്രതിബിംബം പോലെ ആവിർഭവിക്കുന്നവനുമായ ആത്യന്തികനായ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനെ ഒരു മുക്താത്മാവ് സാക്ഷാത്കരിക്കുന്നു. ഭൗതിക കാരണത്തിന് സഹായിയായ അദ്ദേഹം സർവ്വതിലും പ്രവേശിക്കുന്നു. അദ്വയനും ആത്യന്തികനുമായ അദ്ദേഹം മായാശക്തിയുടെ നേത്രങ്ങളാകുന്നു. ശ്ലോകം 12. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേനാവദൃശ്യേ സ്വഭാവസേനേ തഥാ സൂര്യോ ജലസ്ഥേന ദിവി സ്ഥിതഃ. വിവർത്തനം. സൂര്യൻ ആകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണെങ്കിലും അതിന്റെ പ്രതിബിംബം ആദ്യം ജലത്തിലും പിന്നെ ഒരു മുറിയുടെ ചുമരിലും തെളിയുന്നത് പോലെ പരമോന്നതനായ ഭഗവാന്റെ സാന്നിധ്യം ബോധ്യമാക്കാൻ കഴിയും. ശ്ലോകം 13. ഏവം ത്രിവൃദ്ധ്യഹങ്കാരോ ഭൂതേന്ദ്രിയ മനോമയേ സ്വഭാസൈർലക്ഷിതോനേന സദാഭാസേന സത്യദൃക്. വിവർത്തനം. സ്വയം സാക്ഷാത്കൃതാത്മാവ് അപ്രകാരം ആദ്യം 3 മടക്കുള്ള അഹങ്കാരത്തിലും പിന്നീട് ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും
മനസ്സിലും പ്രതിബിംബിക്കുന്നു. ശ്ലോകം 14. ഭൂതസൂക്ഷ്മേന്ദ്രിയ മനോബുദ്ധ്യ ദിഷുഃ നിദ്രയാം ലീനേശ്വസരീയസ്തത്ര വിനിദ്രോ നിരഹം ക്രിയ. ഒരു ഭക്തൻ 5 ഭൗതിക ഘടകങ്ങളിലും ഭൗതികാസ്വാദന വസ്തുക്കളിലും ഭൗതിക ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും അലിഞ്ഞു ചേർന്നു കാണപ്പെടുമെങ്കിലും അവൻ ഉണർന്നവനും മിഥ്യാഹങ്കാരത്തിൽ നിന്ന് മോചിതനുമാണെന്ന് മനസ്സിലാക്കണം. ശ്ലോകം 15. മന്യമാനസ്തദാത്മാനം ആത്മനഷ്ടോ നഷ്ടവന്മൃഷ നഷ്ടഹങ്കാരേണ ദ്രഷ്ട നഷ്ടവിത്ത ഇവാതുര. വിവർത്തനം. ജീവസത്തയ്ക്ക് ദൃഷ്ടാവെന്ന നിലയിലുള്ള അവന്റെ അസ്തിത്വം സ്പഷ്ടമായി അനുഭവപ്പെടും. അഗാധമായ നിദ്രയിൽ അഹങ്കാരം അപ്രത്യക്ഷമാകുന്നതിനാൽ അവനെ തന്നെ നഷ്ടപ്പെട്ടതായി അവന് തെറ്റായി തോന്നും. സൗഭാഗ്യങ്ങൾ ഇല്ലാതായി ദുഃഖിതനായ ഒരു മനുഷ്യന് അവൻ സ്വയം നഷ്ടപ്പെട്ടതായി തോന്നുന്നത് പോലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ കപില ഭഗവാൻ അമ്മ ദേവഹൂതിക്ക് തീവ്രമായിട്ടുള്ള ഭക്തിയോഗം പരിശീലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകി ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തീവ്രമായിട്ടുള്ള ഭക്തിയോഗം തന്നെ പരിശീലിക്കണം. ആ തീവ്രമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ നമ്മൾക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിട്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് തന്നെ കുറിച്ച് തന്നെ ആ വ്യക്തി മനസ്സിലാക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ വിശദമായിട്ട് പറയുന്നത്. അപ്പൊ തീവ്രമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ മുക്തി ലഭിക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾക്ക് ശുദ്ധഭക്തി ലഭിക്കുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ സാധനാഭക്തി ചെയ്താൽ തന്നെ നമ്മൾക്ക് മുക്തി ലഭിക്കും. ആ സാധനാഭക്തിയിലൂടെ മാംചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സ ഗുണാൻ സമതീതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. നമ്മൾ സാധനാഭക്തി തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. അതിനാണ് ബ്രഹ്മഭൂത സ്റ്റേജ് എന്ന് പറയുന്നത്. ബ്രഹ്മഭൂയായ കൽപ്പതേ ഭഗവത്ഗീതയിൽ പറയുന്നു. ഇവിടെ പറയുന്നു ഭഗവാൻ മുക്തലിംഗം, ആ മുക്താവസ്ഥ എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ സാക്ഷാത്കാരത്തിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, ആ വ്യക്തി തന്നെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, തന്റെ ചുറ്റുപാടുമുള്ള ഈ ലോകത്തിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്, ഒരു മുക്തി നേടാത്ത വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിനുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ ഭഗവാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നേരത്തെ ഭഗവാൻ പറഞ്ഞു, നമ്മൾ ആ ഭക്തി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, സാധനാഭക്തി, നമ്മൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, ഒരു നിയമം എന്നുള്ള രീതിയിൽ ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിക്കുക, അതേപോലെ യമനിയമങ്ങൾ പാലിക്കുക, ഇതൊക്കെ സാധനാഭക്തിയുടെ ഭാഗമാണ്. അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു സമയം കഴിയുന്ന സമയത്ത് കാലേനാത്മനി വിന്ദതി, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കാലക്രമേണ നമ്മൾക്ക് ആ ജ്ഞാനമുണ്ടാകും, ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകും എന്ന് പറയും. എന്താണ് ആദ്യഘട്ടത്തിലുള്ള ജ്ഞാനം? ആദ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആദ്യത്തെ ജ്ഞാനം ഞാൻ ഈ ശരീരമല്ല എന്നുള്ളതാണ്. ശരീരം നശിച്ചാലും ഞാൻ നശിക്കുന്നില്ല, മരിക്കുന്നതോടുകൂടി ഞാൻ ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ജ്ഞാനം. അത് ആത്മസാക്ഷാത്കാരം എന്ന് പറയും. ആത്മസാക്ഷാത്കാരത്തിന് ശേഷമാണ് ഈശ്വര സാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തി, ആ വ്യക്തിയാണ് മുക്തൻ എന്ന് പറയുന്നത്. ആ മുക്തനാണ് പിന്നീട് ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഭഗവാനെ കുറിച്ച്
മനസ്സിലാക്കുന്നത്. അതിലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്? രണ്ടും ഒന്നല്ല. ആത്മസാക്ഷാത്കാരം വേറെയാണ്, ഈശ്വര സാക്ഷാത്കാരം വേറെയാണ്. ആത്മസാക്ഷാത്കാരം ഞാൻ ശരീരം നശിക്കുന്നതോടുകൂടി നശിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. ശരീരം നശിച്ചാലും ഞാൻ നിലനിൽക്കും, ഞാൻ നശിക്കാത്ത ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം. അത് ആദ്യത്തെ ജ്ഞാനമാണ്, ജ്ഞാനത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ്. ആ ജ്ഞാനം നേടിയ വ്യക്തി മുക്താത്മാവായിട്ടാണ് ഇവിടെ പറയുന്നത്. മുക്തി നേടിയ വ്യക്തി, ശരീരം എന്നുള്ള സങ്കല്പത്തിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള വ്യക്തി. ആ വ്യക്തിക്കാണ് പിന്നീട് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ്? ഈശ്വരനെ എങ്ങനെയാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്? നേരിട്ട് ഈശ്വരനെ കണ്ടിട്ടാണോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജുകളുണ്ടോ? ഇതൊക്കെ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മുക്തലിംഗം സദാഭാസം അസതി പ്രതിപദ്ധ്യതേ സദോ ബന്ധു അസച്ചക്ഷുർ സർവാനുസ്യൂതം അദ്വൈതം. മുക്തലിംഗം, ഒരു മുക്തനായിട്ടുള്ള വ്യക്തി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കും. ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മുക്തി നേടിയിരിക്കണം. അല്ലാത്തവർക്ക് ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്താണ് ആദ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നത്? ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ നേരിട്ട് ഇവിടെ സന്നിഹിതൻ അല്ലെങ്കിലും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മുക്താത്മാവിന് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എല്ലാ ഭൗതിക കാരണത്തിന് സഹായിയായ അദ്ദേഹം സർവ്വതിലും പ്രവേശിക്കുന്നു. സദാഭാസം അസതി പ്രതിബദ്ധതയും. ആഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബമാണ്. ഈ ഭൗതിക ലോകം ആത്മീയ ലോകത്തിന്റെ പ്രതിബിംബമാണ്, മായാലോകം. ഈ മായാലോകത്തിലും ഭഗവാന്റെ ശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം മുക്താത്മാവായിട്ടുള്ള വ്യക്തിക്ക്. മായാലോകത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയും ഈ മായാലോകത്തിലുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള വ്യത്യസ്ത ശക്തികൾ, അതും ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാന് ഈ മായാലോകത്തിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ആ മുക്താത്മാവിന് ബോധ്യപ്പെടും എന്നാണ് പറയുന്നത്. സദാഭാസം അസതി പ്രതിബദ്ധത. ഈ ഭൗതിക ലോകത്തിലും തന്റെ മിഥ്യാഹങ്കാരത്തിലും ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വ്യക്തിക്ക് മനസ്സിലാകും. അസതി എന്ന് പറയുന്നത് മിഥ്യാഹങ്കാരമാണ്. അപ്പൊ തനിക്ക് ചുറ്റുപാടുമുള്ള വ്യത്യസ്തമായിട്ടുള്ള ശക്തികളും തന്റെ ഉള്ളിലുള്ള ശക്തികളും ഭഗവാന്റെ തന്നെ ശക്തികളാണ് എന്ന വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം ആരംഭിക്കുന്നത്. അല്ലാതെ നേരിട്ട് ഈശ്വരനെ കാണുന്നതിലൂടെയല്ല. തന്റെ ചുറ്റുപാടിലുമുള്ള ശക്തികൾ, തന്റെ ഉള്ളിലുള്ള ശക്തികളൊക്കെ എവിടുന്നാണ് വന്നത് എന്ന വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. അതിന്റെ ഉറവിടം ഞാനല്ല, പുറത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുടെയും തന്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുടെയും. ഉള്ളിലുള്ള ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതേപോലെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല എന്ന വ്യക്തിക്ക് ബോധ്യപ്പെടും. ആ മിഥ്യാഹങ്കാരത്തിൽ നമ്മൾ ഇതൊക്കെ മറന്നിരിക്കുകയാണ്. ഇതെല്ലാം എന്റേതാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്റേതാണ്, ഈ ശരീരം ഞാനാണ്, ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് എന്നാണ് മിഥ്യാഹങ്കാരത്തിൽ ഇരിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടാത്ത ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ആത്മസാക്ഷാത്കാരം നേടിക്കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും, ഇതെന്റേതല്ല, ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഊർജങ്ങൾ പോലും എന്റേതല്ല. ഈ മിഥ്യാഹങ്കാരം, ഞാനെന്നുള്ള ഭാവം, ഞാനെന്നുള്ള ഒരു ഭാവം സൃഷ്ടിച്ചത് തന്നെ ഞാനല്ല എന്ന് മനസ്സിലാവും. അല്ലെ, ഞാനെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ ഞാനെന്നുള്ള ഭാവം എവിടെ നിന്നാണ് വന്നത്? അതുപോലും ഭഗവാന്റെ ഒരു ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഞാനെന്നുള്ള ഭാവം ഉണ്ടാവണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അല്ല, ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ ഞാനെന്നുള്ള ഭാവം സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ്, അത് ഭഗവാന്റെ ഒരു ശക്തിയാണെന്ന് പറയുന്നുണ്ട്. അല്ലെ, ഭിന്ന പ്രകൃതി അഷ്ടത പഞ്ചഭൂതം ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധി ഏവച.
മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അഹങ്കാരവും ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ഞാനെന്നുള്ള ഭാവം, നമുക്ക് ഞാനെന്ന് ചിന്തിക്കണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പം എൻ്റെ ശരീരത്തിന് പുറത്തും ശരീരത്തിനകത്തും പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ എന്റേതല്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങും. അങ്ങനെ ആ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും. അതേപോലെ ആ വ്യക്തിക്ക് ഈശ്വരന്റെ സാന്നിധ്യം, സാമീപ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈശ്വരനുണ്ട് എന്ന് എങ്ങനെയാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത്? ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ഈശ്വരനുണ്ട് എന്ന് ആ വ്യക്തിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേനാവദൃശ്യതേ സ്വഭാസേന തഥാ സൂര്യോ ജലസ്ഥേന ദിവിസ്ഥിത. ഇപ്പൊ നമ്മളൊരു റൂമിനകത്ത് ഇരിക്കുകയാണെങ്കിൽ പുറത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടോ, ആകാശത്ത് സൂര്യനുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് സൂര്യൻ ഉണ്ടോ എന്ന് നേരിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പുറത്തു പോകാതെ തന്നെ സൂര്യനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്ത് സൂര്യനുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? സൂര്യന്റെ പ്രതിഫലനം നമ്മുടെ റൂമിനകത്തും വരുന്നുണ്ട്, നമ്മുടെ മുറിക്കകത്തും വരുന്നുണ്ട്. വ്യത്യസ്ത രീതിയിൽ വരാം. ചിലപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് നമ്മളെ റൂമിനകത്തേക്ക് വരാം. നമ്മുടെ ചുമരിലൊക്കെ പ്രതിബിംബിക്കും സൂര്യപ്രകാശം. അത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൂര്യൻ ആകാശത്ത് ഉണ്ട്, മേഘമൊന്നുമില്ല, സൂര്യനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകും. അതുമല്ലെങ്കിൽ സൂര്യന്റെ പ്രതിഫലനം ചിലപ്പോൾ വരാം. അങ്ങനെ ആ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേനാവദൃശ്യത. സൂര്യപ്രകാശം റൂമിന്റെ പുറത്തുള്ള ജലത്തിൽ ഒരു പ്രതിബിംബം ഉണ്ടാകും. മഴക്കാലത്തൊക്കെ വീടിന് പുറത്ത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിലും അതിൽ പ്രതിബിംബം ഉണ്ടാകും. ആ പ്രതിബിംബം നമ്മുടെ റൂമിനകത്തേക്ക് റിഫ്ലക്ഷൻ ആയിട്ട് വരാം. അത് നമ്മുടെ ചുമരിൽ പതിക്കാം. അപ്പൊ നമ്മൾക്ക് കാണാൻ സാധിക്കും സൂര്യന്റെ പ്രതിബിംബം, ഒരു ഓളം വെട്ടുന്നത് പോലെയുള്ള വെളിച്ചം ചുമരിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? സൂര്യനുണ്ട്, ആകാശത്ത് സൂര്യനുണ്ട്, മേഘമൊന്നുമില്ലാതെ തെളിഞ്ഞ സൂര്യൻ ആകാശത്തുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ പുറത്തു പോയി നോക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഞാൻ സൂര്യനെ കണ്ടാലേ സൂര്യനുണ്ട് എന്ന് വിശ്വസിക്കുള്ളൂ എന്ന് ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നില്ല. എങ്ങനെയാണ് സൂര്യനുണ്ട് എന്ന വ്യക്തിക്ക് ബോധ്യപ്പെട്ടത്? സൂര്യന്റെ ഒരു ഊർജത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് അദ്ദേഹം സൂര്യനുണ്ട് എന്നും മനസ്സിലാക്കിയത്. സൂര്യനെ നേരിട്ട് കാണുന്നില്ല. സൂര്യന്റെ ഒരു ഊർജമാണ് പ്രകാശം, സൂര്യപ്രകാശം. ആ സൂര്യപ്രകാശം കണ്ടപ്പോൾ തന്നെ ആ വ്യക്തിക്ക് മനസ്സിലായി പുറത്ത് സൂര്യനുണ്ട്. അതേപോലെയാണ് ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ആദ്യം ഈശ്വരനുണ്ട് എന്ന് വ്യക്തിക്ക് ബോധ്യപ്പെടുന്നത്. ഈശ്വരനെ നേരിട്ട് കാണണമെന്നില്ല. ഈശ്വരന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് മനസ്സിലാകും ഇത് എന്റെ ശക്തിയല്ല, ഇത് ഈശ്വരന്റെ, എനിക്കും ഉപരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശക്തികളാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് പറയും. അല്ലെ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്ന് അടുത്ത വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കും. അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു വയർ നമ്മൾ മുറിച്ച് അതിൽ തൊട്ട് നോക്കുകയല്ല ചെയ്യുന്നത്. തൊട്ട് നോക്കി ഷോക്ക് അടിച്ചാൽ മാത്രമേ അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ സ്വിച്ച് ഇട്ട് നോക്കിയാൽ മതി, അപ്പൊ ലൈറ്റ് കാണാം. ആ ലൈറ്റ് കാണുന്നത് നമ്മൾ ഇലക്ട്രിസിറ്റി അല്ല യഥാർത്ഥത്തിൽ കാണുന്നത്, കറണ്ടിനെ അല്ല കാണുന്നത്, ആ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഊർജത്തിനെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ലൈറ്റ് കത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകണം എന്നറിയാം. അല്ലാതെ ആ വയറ് തൊട്ട് അതിൽ ഷോക്ക് അടിച്ചാൽ മാത്രമേ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ളൂ എന്ന് നമ്മൾ പറയാറില്ല. അത് ബുദ്ധിയല്ല, അല്ല. ചില യുക്തിവാദികളൊക്കെ അങ്ങനെ, അവരുടെ ലോജിക്ക് അങ്ങനെയാണ്. ഈശ്വരനെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിട്ട് കണ്ടാൽ മാത്രമേ ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് ഏതുപോലെയാണ്? ആ വയറ് തൊട്ട്, ഇലക്ട്രിസിറ്റിയുടെ വയറ് തൊട്ട് ഷോക്ക് അടിച്ചാൽ മാത്രമേ ഞാൻ അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ. ബുദ്ധിയുള്ള ആൾക്ക് അതിന്റെ ആവശ്യമില്ല. അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും.
അതിന്റെ ഊർജം ഉണ്ടാകും. അതിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകും. ബൾബ് കത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ TV പ്രവർത്തിക്കുന്നുണ്ടാവും, ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നുണ്ടാവും. ആ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്. അതേപോലെ ഈ ഭൗതിക പ്രകൃതിയിൽ മനുഷ്യനുപരിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഊർജങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഊർജത്തിന്റെ സാന്നിധ്യത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തി ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈശ്വരനുണ്ട് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാകുന്നത്, ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് ഈശ്വരന്റെ ദർശനമൊക്കെ ഉണ്ടാകുന്നത്. ഈശ്വരന്റെ ദർശനം ഉണ്ടാകുന്നതിന്റെ മുന്നേ ആ വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരനുണ്ട് എന്നുള്ള സത്യം ബോധ്യപ്പെടും. അല്ലെ, നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് തന്നെ പലതും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നേരിട്ട് പോയി കാണണമെന്നില്ല. ആകാശത്തുകൂടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിനകത്താണെങ്കിൽ പോലും പറയും, അതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. പോയി നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പൊ നമ്മൾ അവിടെ കാണുന്നത് ഹെലികോപ്റ്ററിനെ അല്ല, അതിന്റെ ഒരു ഊർജ്ജമാണ്, ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ശബ്ദം കേട്ടിട്ട് നമ്മൾ പറയും അത് ഹെലികോപ്റ്ററാണ്. അപ്പൊ ഇങ്ങനെ ലക്ഷണങ്ങൾ കൊണ്ട് അതിന്റെ പുറകിലുള്ള വസ്തുവിനെ തിരിച്ചറിയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അല്ലാതെ നേരിട്ട് അതിനെ പോയി കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾ വിഡ്ഢികളാണ്. യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ, അവരങ്ങനെയാണ് പറയുന്നത്. വിഡ്ഢികളായിട്ടുള്ള ആളുകൾ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയും. അതിന് ബുദ്ധിയുടെ ആവശ്യമില്ല, അല്ല, നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയണമെങ്കിൽ അതിന് ബുദ്ധിയുടെ ആവശ്യമില്ല. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തി ഇങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് കണ്ട് അതിന്റെ പുറകിലുള്ള ഈശ്വരന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. സ്വഭാസേന തഥാസൂര്യോ ജലസ്ഥേന ദിവിസ്ഥിത. ഇതുപോലെ ചുമരിൽ, വീടിനകത്തുള്ള ചുമരിൽ സൂര്യപ്രകാശം തട്ടിയപ്പോൾ ആകാശത്ത് സൂര്യനുണ്ട് എന്ന വ്യക്തിക്ക് മനസ്സിലായതുപോലെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഈ ഭൗതിക പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ട് അതിന്റെ പുറകിലുള്ള ഈശ്വരനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, വ്യത്യസ്തമായിട്ടുള്ള ശക്തികളും മനുഷ്യൻ ഉപരിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ നമ്മൾ കാണുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ ഉദിക്കുന്നത്, അതേപോലെ മഴ പെയ്യുന്നത്, സമുദ്രം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ ഈ ഭൗതിക പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യനേക്കാൾ ഉപരിയായിട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പുറകിലുള്ള വ്യക്തിയെ, ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ സഹായം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിലും ഈ ഒരു മെത്തേഡാണ് നിർദ്ദേശിക്കുന്നത്. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നാണ് പറയുന്നത്. ബുദ്ധി കൊണ്ടാണ് നമ്മൾ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ മനസ്സിലാക്കുന്നത് ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ്, അല്ലാതെ നേരിട്ട് കണ്ടുകൊണ്ടല്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡിലൂടെ ആ വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആർക്കാണ് സാധിക്കുന്നത്? ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്, സൂര്യനെ മനസ്സിലാക്കുന്നത് സൂര്യന്റെ ഊർജത്തിലൂടെയാണ് എന്നുള്ള കാര്യം. പിന്നീട് ആ വ്യക്തി തന്റെ അകത്തും പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. തന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ശക്തികളും, തന്റെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ശക്തികളും തൻ്റേതല്ല എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏവം ത്രിവൃതമഹങ്കാരോ ഭൂതേന്ദ്രിയ മനോമയി സ്വഭാസേ ലക്ഷിതോനേന സദാഭാസേന സത്യദൃഗ്. ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയെ ഭഗവാൻ ഇവിടെ പറയുന്നത് സത്യദൃഗ് എന്നാണ്. സത്യം അതേപടി കാണാൻ സാധിക്കുന്ന വ്യക്തി, അല്ലെ? നിത്യഹങ്കാരത്തിൽ നമ്മള് നമ്മുടേതല്ലാത്ത വസ്തുക്കളൊക്കെ നമ്മുടേതാണ് എന്ന് വിചാരിക്കുകയാണ്. അത് യഥാർത്ഥമായിട്ടുള്ള ഒരു ദൃഷ്ടിയല്ല. നമ്മൾ സൃഷ്ടിക്കാത്ത, നമ്മൾക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മുടേതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, ഇതൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല. നമ്മൾക്കതിൽ പൂർണ്ണമായിട്ട് നിയന്ത്രണവുമില്ല. എന്നിട്ടും നമ്മൾ അത് എന്റേതാണ്, അതുമായി ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണ് എന്ന് അവർ വിചാരിക്കും. അതെന്താണ്? മിഥ്യാദർശനമാണ്, യഥാർത്ഥ കാഴ്ചയല്ല. യഥാർത്ഥ കാഴ്ച അത് എന്റേതല്ല എന്നുള്ളതാണ്.
ആ ഒരു കാഴ്ചയിലേക്ക് ഈ വ്യക്തി എത്തുമെന്നാണ് പറയുന്നത്. ഏവം ത്രിവൃത അഹങ്കാരം. നമ്മുടെ ശരീരത്തിലെ 3 ആവരണങ്ങളിലേക്കും ഈ നമ്മുടെ അഹങ്കാരം പ്രവേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ത്രിവൃത അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 ആവരണങ്ങള്? നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ്. ഇതിലെല്ലാം അഹങ്കാരമുണ്ട്. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം എന്ന് പറയുമ്പം ഈ 3 ആവരണങ്ങളിലും നമ്മുടെ അഹങ്കാരം, മിഥ്യാഹങ്കാരം പ്രവേശിക്കുന്നുണ്ട്. ആ മിഥ്യാഹങ്കാരത്തിലും ഭഗവാന്റെ സാന്നിധ്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ എന്നുള്ള ആ ഭാവം വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാന്റെ ശക്തിയാണ് ഞാൻ എന്നുള്ള ഭാവം പോലും എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടും. ആ സമയത്ത് തൻ്റെ ശരീരത്തിനകത്തുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതേപോലെ ഇന്ദ്രിയങ്ങൾ, ഇതും ഭഗവാന്റെ ശക്തിയാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടും. ഇത് ഞാൻ സൃഷ്ടിച്ചതല്ല, എൻ്റേതല്ല. അല്ലെ, ശരീരത്തിലുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ നമ്മൾ സൃഷ്ടിച്ചതല്ല. പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള ഈ ശരീരവും നമ്മൾ സൃഷ്ടിച്ചതല്ല. നമുക്ക് അതിനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിനെയും നമ്മൾ സൃഷ്ടിച്ചതല്ല എന്ന് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടും. അങ്ങനെ ആ വ്യക്തിയുടെ മിഥ്യാഹങ്കാരം ഇല്ലാതാകും. എന്താണ് മിഥ്യാഹങ്കാരം? ഇതെല്ലാം എന്റേതാണ്, ഇതെല്ലാം ഞാനാണ്, ഇതെല്ലാം എന്റേതാണ് എന്നുള്ളതാണ് മിഥ്യാഹങ്കാരം. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതൊന്നും എന്റേതല്ല, ഇത് ഞാൻ സൃഷ്ടിച്ചതല്ല എന്നുള്ള സത്യദൃഷ്ടിയിലേക്ക് ആ വ്യക്തിക്ക് വരാൻ സാധിക്കും. അതാണ് യഥാർത്ഥ കാഴ്ചപ്പാട്. ഇത് എന്റേതല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിലേക്ക് ആ വ്യക്തിക്ക് വരാൻ സാധിക്കും. ഇത് ഭഗവാന്റേതാണ്. ഈ ശരീരം, ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് എന്ന വ്യക്തിക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ശക്തി ഭഗവാന്റെ സേവനത്തിലുള്ളതാണ് എന്നുള്ളതും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് സത്യദൃക്ക് എന്ന് പറയുന്നത്. നമ്മൾ മിഥ്യാഹങ്കാരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ്. നമ്മുടേതല്ല, ഭഗവാന്റെ ശക്തിയാണ് എന്ന വ്യക്തിക്ക് ബോധ്യപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ മുക്താത്മാവായിട്ടുള്ള ഒരു വ്യക്തിയെ പുറമേ കാണുമ്പോൾ എങ്ങനെ തോന്നുമെന്നാണ് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഒരു വ്യക്തിക്ക് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുമ്പോൾ ആ വ്യക്തിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലെ? ചിലപ്പോൾ മുക്തിയെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. മുക്തി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 2 കൈകൾ 4 കൈകളുള്ള ആളായിട്ട് മാറും, വിഷ്ണു രൂപത്തിലാകും, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും. ഇങ്ങനെയൊന്നുമില്ല. മുക്തി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു ശരീരത്തിൽ ഇരിക്കുന്നവനെ പോലെ തന്നെ കാണപ്പെടുമെന്നാണ് ഇവിടെ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂത സൂക്ഷ്മേന്ദ്രിയ മനോബുദ്ധ്യ ആദിഷു ഇഹ നിദ്രയാണ്. ആ വ്യക്തി നേരത്തെ പോലെ തന്നെ ഉണ്ടാവും. നേരത്തെ ആ വ്യക്തി ഉറങ്ങുന്ന വ്യക്തിയാണ്, ആത്മീയമായിട്ട് ഉണർവില്ലാത്ത വ്യക്തിയാണ്. ആത്മീയമായിട്ട് ഉണർന്നാലും ആ വ്യക്തിയെ കാണുമ്പോൾ അതേപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ വ്യക്തിക്ക് 2 കൈകൾ എക്സ്ട്രാ പുതുതായിട്ട് മുളച്ചു വരുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള മറ്റെന്തെങ്കിലും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. കാണുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇഹ നിദ്രയ, നേരത്തെ പോലെ തന്നെ ഉണ്ടാകും. ഉറങ്ങുന്ന ഒരു ഭൗതിക വ്യക്തിയെ പോലെ തന്നെ ഉണ്ടാകും എന്ന് പറയും. പക്ഷെ ആ വ്യക്തി ഉറങ്ങുകയല്ല എന്ന് പറയും. വിനിദ്രോ നിരഹങ്കരിക, ആ വ്യക്തി ഉണർന്നിട്ടുണ്ട്. എന്താണ് വ്യത്യാസം? പിന്നെ ആ വ്യക്തിയുടെ ബോധത്തിലാണ് വ്യത്യാസം. നേരത്തെ മിഥ്യാഹങ്കാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം എന്റേതാണെന്ന് ആ വ്യക്തി തെറ്റായിട്ട് വിചാരിച്ചു. ഉണർന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥ ബോധത്തിലേക്ക് വന്ന സമയത്ത് ഇത് എന്റേതല്ല, ഇതൊന്നും സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, ഇത് ഭഗവാന്റേതാണ്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തിയാണ് എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടും. ഈ ഒരു ബോധത്തിന്റെ തലത്തിലാണ് ഉണർവുണ്ടാകുന്നത്. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും എന്ന് പറയും. മുക്തി നേടിക്കഴിഞ്ഞാലും ഒരു വ്യക്തി ഈ ശരീരത്തിലിരുന്ന് ഒരു സാധാരണ വ്യക്തിയെ പോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പുറമേ കാണുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുക്തനാണോ അല്ലയോ എന്നുള്ള കാര്യം, അല്ലെ? നമ്മൾക്ക് ഭാഗവതത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. സുഖദേവ ബ്രഹ്മർഷി മുക്താത്മാവാണ്. പക്ഷെ ആ സുഖദേവ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന്റെ അടുത്തേക്ക് വരുന്ന ഒരു സീന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അല്ലെ? കുട്ടികളൊക്കെ കല്ലെടുത്തെറിയുന്നു, കളിയാക്കുന്നു. അങ്ങനെ അവർക്ക് ആ സുഖദേവ് ബ്രഹ്മർഷിയുടെ ആത്മീയ ഉയർച്ചയെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരു സാധാരണ വ്യക്തിയെ പോലെ
ആണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായിട്ടുള്ള വ്യക്തിയെ പോലെ അദ്ദേഹം നടന്നു വരിക. അപ്പോൾ മുക്തി നേടിക്കഴിഞ്ഞാലും നമ്മൾ ഒരു സാധാരണ ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ശരീരം വിട്ടുപോകുന്നില്ല. ഈ ശരീരത്തിൽ തന്നെ മുക്തി നേടിക്കഴിഞ്ഞാലും നമ്മൾക്ക് യഥാർത്ഥ ബോധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് മുക്തി നേടിയ വ്യക്തിയും മുക്തനല്ലാത്ത വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം. മുക്തനല്ലാത്ത വ്യക്തി യഥാർത്ഥ ബോധത്തിലല്ല പ്രവർത്തിക്കുന്നത്. മുക്തി നേടിക്കഴിഞ്ഞാൽ യഥാർത്ഥ ബോധത്തിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വ്യത്യാസം. 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മന്യമാനസ്തദാത്മാന അനഷ്ടോ നഷ്ടവന്മൃഷ നഷ്ടേഹം കർണേ ദൃഷ്ട നഷ്ടവിത്ത ഇവാതുര. മുക്താത്മാവല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മുക്തി നേടിയിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ എന്തായിരിക്കും? ഭഗവാനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ട്, ഭഗവാനെ നഷ്ടമായത് കൊണ്ട് അദ്ദേഹത്തിന് എന്തോ നഷ്ടമുണ്ട്, എനിക്കെന്തോ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകും. എനിക്കെന്തോ ഒരു കുറവുണ്ട്, എനിക്കെന്തോ ഇല്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്തുണ്ടാവും? വലിയ ദുഃഖമുണ്ടാകും. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കെല്ലാം നേടണം. അങ്ങനെ നഷ്ടാത്മാവായിട്ട് ആ വ്യക്തിക്ക് ദുഃഖത്തിൽ ഇരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്, മുക്തി നേടുന്നത് വരെ. നമ്മൾക്ക് നമ്മുടെ യഥാർത്ഥ നേട്ടം എന്താണ്? ഭഗവാനാണ്. ആ ഭഗവാനെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നത്. പക്ഷെ ആത്മസാക്ഷാത്കാരം നേടാത്ത വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആ വ്യക്തി യഥാർത്ഥ സന്തോഷം നേടാൻ സാധിക്കാതെ, തൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധ്യമില്ലാതെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ ആ വ്യക്തിക്ക് നഷ്ടവിത്ത ഇവാതുര, ദുഃഖത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സ്വയം ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനിയും ആ ഒരു മുക്താത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ജപിച്ചോട്ടെ. ബിജു പ്രഭുജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ